ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. ദൈവമേ നന്ദി, നന്ദി, നന്ദി. ആൻഡോ ജോസഫ് ഈ കുറിപ്പ് പങ്കുവച്ചതിന് പിന്നാലെ മലയാളക്കര ഒന്നടങ്കം ആവേശത്തിലാണ്. മലയാളത്തിന്റെ മമ്മൂട്ടി, തങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക വീണ്ടും സിനിമയിൽ സജീവമാകുന്നു എന്ന് കേട്ടാൽ മലയാളി എങ്ങനെയാണ് ആവേശത്തിലാകാതിരിക്കുക? സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും സാധാരണ സിനിമാ പ്രേമികളും ഒരേപോലെ ഈ നിമിഷം ആഘോഷിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ എവിടെയും വെൽക്കം ബാക്ക് മമ്മൂക്ക എന്ന വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി മലയാളത്തിന്റെ തലയെടുപ്പാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ സിനിമകളും കഥാപാത്രങ്ങളും മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഒരു സാധാരണ ചിത്രം വരെ മലയാളികൾ എന്നും നെഞ്ചിലേറ്റാറുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ മലയാളികൾ ഏറ്റവും അധികം ആഘോഷിക്കുന്ന നടൻ മമ്മൂട്ടി തന്നെയാണ്. കോവിഡാനന്തരം മാത്രം നോക്കിയാൽ മതി. ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ചിത്രം മമ്മൂട്ടി പങ്കുവച്ചപ്പോൾ അത് വൈറലായി. ലോക്ക്ഡൌണിന് ശേഷം മമ്മൂട്ടി ഒരു ചായ കുടിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ അത് വാർത്തകളിൽ നിറഞ്ഞു നിന്നു. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും അതിലെ കഥാപാത്രങ്ങളും പല വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളും എല്ലാം ദേശീയ തലത്തിൽ വരെ ചർച്ചകളായി മാറി. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണ വേളയിലാണ് അദ്ദേഹം ഒരു ചെറിയ ഇടവേള എടുത്തത്. പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ 7ഓളം മാസങ്ങളായി മമ്മൂട്ടിയുടെ ഒരു അപ്ഡേറ്റിനായി മലയാളികൾ കാതോർത്തിരിക്കുകയായിരുന്നു. ഇന്ന് ആ കാത്തിരിപ്പിന് ഒരു അറുതി വന്നപ്പോൾ മലയാളി അത് ആഘോഷിക്കുക തന്നെ ചെയ്യണ്ടേ? ഈ അടുത്ത് ഒരു അഭിമുഖത്തിൽ ഹൗ ഡു യു വോണ്ട് ദ വേൾഡ് ടു റിമെമ്പർ മമ്മൂക്ക എന്ന ചോദ്യം വന്നപ്പോൾ എത്ര കാലം ഓർത്തിരിക്കും? 1 വർഷം, 10 വർഷം, ലോകാവസാനം വരെ ഓർത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ ആർക്കും ഉണ്ടാകില്ല എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി. എന്നാൽ മമ്മൂക്ക നിങ്ങൾക്ക് പാട് തെറ്റി. ഇന്ന് ഈ ഒരു ദിവസം മാത്രം മതി മലയാള സിനിമാ പ്രേമികൾക്ക് നിങ്ങൾ എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ 5 പതിറ്റാണ്ടായി മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞ പേരാണ് മമ്മൂട്ടി.